നമ്മുടെ ഫംഗ്ഷൻ്റെ ഇടയിൽ കയറി വന്നൊരു മയിലാണ്. ഇവിടുത്തെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. My name is Zaman Khan from Wedding Ram. My name is Suraj Sahu from Wedding Rams. भाई आपका नाम क्या है? Kusumpal. കുശുംപാൽ. പക്ഷേ കാഴ്ചകളൊന്നും ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ट्रैवल विद परेड का एक नया एपिसोड में आप सबका स्वागत है. आज हमें जयपुर में जय महल में है എന്നല്ലേ. നമ്മളിന്ന് ജയ്പൂരിലെ ജയ് മഹൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലസിലാണുള്ളത്. പാലസിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, പുഷ്പേന്ദ്ര എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മൾ താമസിച്ചത്. ആ ഫ്രണ്ടിൻ്റെ തന്നെ മാമനാണ് നമ്മുടെ ഡ്രൈവറായിട്ട് വന്നിട്ടുള്ളത്. ഇതൊരു പ്രൈവറ്റ് വണ്ടിയാണ്. അപ്പോൾ മാമൻ നോക്കുന്നുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ മാമനൊന്നും മനസ്സിലാകുന്നില്ല, മലയാളം ആയതുകൊണ്ട്. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല ഉറക്കമാണ്. ഞാൻ ഒരു ഉറക്കം ഞെട്ടിയാൽ വിളിച്ചിട്ട് ജസ്റ്റ് വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെയാണ്. നമ്മളിപ്പോൾ ഡൽഹി ടു രാജസ്ഥാനാണ് പോകുന്നത്. രാജസ്ഥാനിൽ തന്നെ ജയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതൊരു പ്രൈവറ്റ് വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടിയിൽ കണ്ടൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് പ്രൈവറ്റ് വണ്ടിയിലല്ലോ ഡൽഹിയിൽ ഇപ്പോൾ മാസ്ക് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം ഈ ഒരു ലൈന് കാണുന്നില്ലേ, ഈ ഒരു ലൈന് അതായത് ഒരു പ്ലാസ്റ്റിക്കിനെ കൊണ്ട് കവർ ഉണ്ടാക്കിയിട്ട് മൊത്തമായിട്ട് ബാക്ക് വരെ കവർ ചെയ്ത് വെച്ചിന്. നമ്മളും അതുപോലെ ഡ്രൈവറും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് കുറച്ചൊരു വ്യത്യസ്തമായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ജയ്മഹൽ എന്ന് പറയുന്ന പാലസിൻ്റെ എൻട്രൻസിലെത്തി. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് കാണുന്നില്ലേ. ഈ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ നല്ല രീതിയിൽ വിഷ്വൽസ് ഒന്നും കിട്ടുന്നുണ്ട്. ഈ ഗ്ലാസ്സിന് നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടുകൊണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ വണ്ടീൻ്റെ ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. നല്ലൊരു വ്യൂ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ പാലസ് എത്തി കേട്ടോ. പാലസിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളെ ഡെക്കോറെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യട്ടെ. ആദ്യം നമ്മൾ പാലസിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് പാർക്കിങ്ങിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഫസ്റ്റ് വ്യൂ ആണ് കേട്ടോ ഇത്. പാലസിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കാണുന്ന ഫസ്റ്റ് ഒരു വ്യൂ ആണിത്. നല്ല ഗാർഡനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മളിവിടെ വന്നത് ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശരിക്കും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന കപ്പിൾസ് അവരുടെ സ്വന്തം നേറ്റീവ് പ്ലേസ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ വിട്ടിട്ട് വേറൊരു ഡെസ്റ്റിനേഷനിൽ പോയിട്ട് കല്യാണം നടത്തുന്നതിനെയാണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്ന് പറയുന്നത്. അതിപ്പോൾ സ്റ്റേറ്റ് വിട്ടിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്, ഇൻ്റർനാഷണലിൽ പോയിട്ട് വെഡ്ഡിങ് നടത്തുന്ന ആൾക്കാരും ഉണ്ട്. ഏതായാലും അവരുടെ നേറ്റീവ് പ്ലേസ് അല്ലാതെ വേറൊരു ഡെസ്റ്റിനേഷനിൽ പോയിട്ട് കല്യാണം നടത്തുന്നതിനെയാണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്ന് എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കറക്റ്റ് ശരിയാണെന്നൊന്നും അറിയില്ല. ഇത് നോക്കി നല്ല പറവകൾ പാറിപ്പോകുന്നത് നല്ല രസമില്ലേ. ഇവിടെ ഒരുപാട് പറവകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാറി പറന്ന് നടക്കും കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു മെഹന്ദീൻ്റെ സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടില്ല, പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കാണിക്കുന്നതും ബാക്ക് സ്റ്റേജ് ആക്ടിവിറ്റീസാണ് കേട്ടോ. കൂടുതലായിട്ടും ശരിക്കും കപ്പിൾസിനെ ഒന്നും കാണിക്കുന്നതല്ല, ബാക്ക് സ്റ്റേജ് ആക്ടിവിറ്റീസാണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. വെഡ്ഡിങ്ങിനെല്ലാം നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈലൈറ്റ്സ് വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മളെ വീഡിയോയിൽ ഇന്ന് മെയിനായിട്ട് കാണിക്കുന്നത്. കാരണം നല്ല വിഷ്വൽസും നല്ല ബാക്ക്ഗ്രൗണ്ട്സൊക്കെയാണ് നമ്മളെ അധിക ഹൈലൈറ്റ്സ് വീഡിയോയിലും നമ്മൾ കാണുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് സമയത്തെ പ്രയത്നമുണ്ട്. ആ പ്രയത്നങ്ങളും അതോടൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുന്ന രീതികളൊക്കെയാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ശരിക്കും കപ്പിൾസിനെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊന്നും ഇല്ല. നമുക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ഇത് ഒരു വ്ളോഗാക്കി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കണ്ടു നോക്കുക, ഇവിടുത്തെ കാഴ്ചകളൊക്കെ എത്ര മനോഹരമായിട്ടും സുന്ദരമായിട്ടാണ് ഇവർ ഡെക്കോർ ചെയ്യുന്നത് എന്നുള്ളത്. അത് ചെയ്തു വന്നു കഴിഞ്ഞതിന് ശേഷം എത്ര മനോഹരമായിട്ടാണ് ആ ഡെക്കോറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതും നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും.
ഈ കൊട്ടാരത്തിൻ്റെ നേരെ താഴെ കാണുന്ന ഈ കാഴ്ച കണ്ട രാജാവും പരിവാരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കാഴ്ച. ഇത് ശരിക്കും ഒരു ചെസ് ബോർഡാണ് കേട്ടോ. നമ്മുടെ ശരിക്കും റോയൽ സിറ്റി എന്നല്ലേ നമ്മുടെ രാജസ്ഥാൻ അറിയപ്പെടുന്നത്. പാരമ്പര്യമായിട്ട് രാജപരമ്പരയൊക്കെയുള്ള ഒരു സംസ്ഥാനമല്ലേ നമ്മുടെ രാജസ്ഥാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ഇവിടുത്തെ ഓരോ സംഭവങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത് കപ്പിൾസിൻ്റെ ഹാഷ്ടാഗാണ്. അവരുടെ രണ്ടാളുടെയും പേരിൻ്റെ ആദ്യ അക്ഷരങ്ങൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല വൈറ്റിൽ ഗ്രീൻ എന്ന് പറയുക ഡെക്കോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. ഇത് കണ്ട നമ്മുടെ ഇന്നത്തെ മെഹന്ദീൻ്റെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് പോകുമ്പോൾ വന്ന ഓരോ ഗസ്റ്റിനും നാളെ ഇടേണ്ട ഹൽദിക്ക് ഇടേണ്ട ഡ്രസ്സും അതോടൊപ്പം അതിന് വേണ്ടുന്ന കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. അത് സെറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് കാണുന്നില്ലേ, വേറൊരു സൈഡ് ഹൽദിയുടെ ഡെക്കോർ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മൾ ഈ വീഡിയോ 2 ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് അപ്പുറം ഇപ്പുറം ഡെക്കോർ സെറ്റ് ചെയ്യാനുള്ള ഓട്ടത്തിലാണ്. ഈ ബാക്കിൽ വരുന്ന ചേട്ടൻ്റെ 2 കൊട്ടയിൽ നിറച്ചും ഫ്ലവേഴ്സാണ് കേട്ടോ സെറ്റ് ചെയ്യാനുള്ള. ഈ ഒരു ഡോറ് കണ്ട നല്ല രസമില്ലേ, നമ്മുടെ ഒരു ജനലിൻ്റെ ഫ്രെയിം അങ്ങനെ തന്നെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ കളേഴ്സ് നോക്കിയിട്ട് നല്ല യെല്ലോ കളറ്, ഹൽദീൻ്റെ പേര് പോലെ തന്നെ കംപ്ലീറ്റ് യെല്ലോ ആണ്. ഇപ്പോൾ സമയം ഏകദേശം 9:30 ഡെക്കോർ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം നവംബർ 25-നാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും നല്ല തണുപ്പാവും. പിന്നെ ഇത് കണ്ട ഒരു ആനയും ആനേൻ്റെ കുട്ടിയും, അങ്ങനെ ഒരുപാട് ആനയും ആനേൻ്റെ കുട്ടികളും ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവർ സ്റ്റേജിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞതുപോലെ ഹൽദീൻ്റെ തന്നെ ഒരു കളേഴ്സാണ് എല്ലായിടക്കും യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡെക്കോർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പൂളിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ. പൂളിൻ്റെ സൈഡിലല്ല, പൂള് ബാക്ക് സൈഡിലായിട്ടാണ് വരിക. പക്ഷേ നല്ല രസമുള്ള ഒരു പൂളാണ്. പക്ഷേ ഇപ്പം പൂളിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ മൊത്തം കയറും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് പ്രാവുകൾ വന്നിട്ട് ഇടയ്ക്കിടയ്ക്കേ വെള്ളം കുടിക്കും. ഒരുപാട് പ്രാവുകളുള്ളൊരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽസ് കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. പ്രാവുകൾ വന്ന് വെള്ളം കുടിക്കുന്നേ. അങ്ങനെ ഡെക്കോർ ഫിനിഷായിട്ടുള്ളൊരു കാഴ്ച കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. നല്ല സുന്ദരവും മനോഹരവുമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കും. ഇത് ഫുഡിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. ബുഫേ സ്റ്റൈലിലാണ്. പിന്നെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് തന്നെ പോയിട്ട് എടുക്കാൻ പറ്റില്ല, അവർ സെർവ് ചെയ്ത് തരും. പിന്നെ ഇത് കാണുന്നില്ല, മേലെ ഒരു ഗ്ലാസിൻ്റെ സംഭവം വെച്ചിട്ട്, അപ്പോൾ താഴെ നമ്മളിങ്ങനെ പ്ലേറ്റ് വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലൂട്ട ഗ്യാപ്പിലൂട്ടിയാണ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതെന്താ വെർജിൻ മൊജിറ്റോ. ഞാൻ ഈ ഒരു സാധനം കുടിച്ചിട്ടുണ്ട് കേട്ടോ, ജൽജീര എന്ന് പറഞ്ഞിട്ടുള്ള നല്ല രസമുള്ള വെള്ളം, ജീരകവും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൊരു വെള്ളം. നമ്മുടെ വർക്കിന് ഇടയിൽ കയറി വന്നൊരു മയിലാണ് കേട്ടോ ഇത്. നമ്മൾ അതിൻ്റെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ തന്നെ ഓടി. അത് നമ്മളെ കണ്ടതിന് ശേഷം പിന്നെ ഒരേ ഓട്ട, അതിന് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഇത് തിരിയുന്നില്ല. പക്ഷെ ഇവിടെ ഈ ജയ്മഹൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരുപാട് മയിലുകളുണ്ട്. നമ്മൾ എന്താ പറയുക, ഈ ഒരു മറ്റേ പുല്ലിൻ്റെ സൈഡിലും ബാക്കിലെല്ലാം ആയിട്ട് കുറേ ഉണ്ട്. അപ്പം നമ്മളെ കാണും ഇത് ഓടിക്കളിക്കും. ഇതുണ്ട് അതിൻ്റെ ഉള്ളിലെല്ലാം മയിലുണ്ട്, 2 മയിൽ അതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ഒരു സെറ്റപ്പ് കണ്ട രാത്രി
ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്യാസ് സിലിണ്ടർ നിറച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് കേട്ടോ ഇത് നല്ല നല്ല ഹോട്ടലുകളിലൊക്കെ ഇതാണ് രാത്രി യൂസ് ചെയ്യുക. ഒരു വലിയ ഗ്രൗണ്ടിലൊക്കെ അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കും. ഇതിൻ്റെ അടിയിൽ പോയി നിൽക്കുമ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ കിട്ടും. രാത്രിയാണ് ഇതിൻ്റെ മെയിൻ യൂസേജ് വരുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ നല്ല തണുപ്പാണ് ഇവിടെയാണ്. അതിൻ്റെ ഒരു യൂസേജ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നില്ലേ, രാത്രിയിൽ തണുപ്പൊക്കെ അകറ്റാൻ പറ്റുന്ന രീതിയിൽ ചൂട് ലഭിക്കുന്നത് ഇങ്ങനെ കത്തി നിൽക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അണ്ണ നമ്മുടെ മുന്നിൽ വന്ന് നല്ല രസമുണ്ട്. അടുത്ത് പോകുന്നതിന് അത് നമ്മളെ ഇടുന്നല്ലോ, നമ്മുടെ നാട്ടിൽ നിന്നല്ല വേഗം ഓടി അങ്ങ് പോകില്ലേ, അത്ര പെട്ടെന്നൊന്നും ഓടി പോകുന്നില്ല. ഞാനിതിപ്പോൾ ഫോണിൽ തന്നെ സൂം ചെയ്യാണ്ട് എടുക്കുന്നത്. അപ്പോൾ അത്രയും ഏകദേശം അടുത്ത് ഞാൻ പോയപ്പോഴും അത് മെല്ലെ മെല്ലെ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. വേറൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്നില്ലേ, മൊത്തം അലങ്കോലമായിട്ട് കിടക്കുന്നത്. ഇത് ശരിക്കും നാളത്തെ വെഡ്ഡിങ്ങിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡെക്കോറിൻ്റെ സാധനങ്ങൾ ഇന്നേ കൊണ്ട് ഇവിടെ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അത് ഇന്നേ സെറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. കാണുന്നില്ല, ഒരു ദിവസം മുന്നേ സംഭവങ്ങളൊക്കെ മൊത്തം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവരെ ഭയങ്കര ഫാസ്റ്റാട്ടാ. ഇത് വളരെ പെട്ടെന്ന് തന്നെ അവർ സെറ്റ് ചെയ്ത് തീർക്കും. അതും വളരെ വൃത്തിയായിട്ടും മനോഹരമായിട്ടും അവർ സെറ്റ് ചെയ്ത് തീർക്കും എന്നുള്ളതാണ്. നമുക്കൊരു കുറ്റം പേരെ പറയാൻ പറ്റാത്ത രീതിയിൽ അവർ നല്ല വൃത്തിയായിട്ട് ഈ സംഭവങ്ങൾ ചെയ്യും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. പക്ഷേ ഇത്രയും ഓപ്പണായിട്ട് വെച്ചിട്ട് വെഡ്ഡിങ് നടന്ന ഒരു രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കുറച്ച് എന്താ പറയുക സങ്കടമായിപ്പോയെന്ന രീതിയിലാണ് വെഡ്ഡിങ് നടന്നത്. കാരണം രാത്രി നല്ല മഴ പെയ്തു. ഓപ്പൺ സ്റ്റേജ് അല്ലേ, ഓപ്പണായിട്ട് നിൽക്കുന്ന സമയത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തു. കുടുംബക്കാരൊക്കെ ചേർന്നിട്ട് കുട പിടിച്ചുകൊണ്ടാണ് വെഡ്ഡിങ് ഷൂട്ട് ചെയ്തത്. നമ്മൾ നല്ല തണുപ്പും അതുപോലെ നമുക്ക് ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കണ്ടേ. നമ്മളും അതുപോലെ പുറത്തുനിന്ന് കുടയൊക്കെ പിടിച്ച് ആ ഒരു രീതിയിലാണ് വെഡ്ഡിങ്ങിൻ്റെ അവസാന കുറച്ച് നിമിഷങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തത്. കാണുന്നില്ലേ, നമ്മുടെ മോശമാണ്. നമ്മൾ രണ്ടാളും വലിയൊരു താർപ്പായി പിടിച്ചിട്ട് മേലെ നിന്ന് കവർ ചെയ്ത് കൊടുത്തപ്പോൾ ആ രീതിയിലാണ് ഷൂട്ട് ചെയ്തത്. ശരിക്കും കാറ്റത്തും മഴയത്തും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഷൂട്ട് ചെയ്യേണ്ടി വന്നൊരു അവസ്ഥയുണ്ടല്ലോ, ശരിക്കും അതും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര തണുപ്പുമാണ്, അതോടൊപ്പം ഷൂട്ടും ചെയ്യണം. തികച്ചൊരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം അതോടൊപ്പം ആ ബെല്ലൈക്കണം കൂടി അമർത്തിക്കും. എന്നാൽ പിന്നെ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇത് നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ, ഡൽഹിയിലുള്ള നമ്മളെ 2 ഫ്രണ്ട്സാണ്. Hi. Introduce करना self. Aman. My name is Aman Khan From Wedding Gram. Wedding Grams. Photographer है दिल्ली से. My name is Suraj Sahu from Wedding Grams. ഇവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. വെഡ്ഡിംഗ് ഗ്രാംസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.